ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി വെങ്കിയുടെ ഒരു തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ലക്കി ഭാസ്കർ ഇന്നലെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 17 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിന്റെ ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരവും ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഒരു മലയാളി നടൻ അന്യഭാഷയിൽ നിന്ന് 100 കോടി നേടിയെടുക്കുന്ന സിനിമയായി ലക്കി ഭാസ്കറും ദുൽഖർ സൽമാനും മാറിയിരിക്കുകയാണ്. 18ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 50 ലക്ഷത്തോളമാണ്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 20 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമ കൂടുതൽ കളക്ഷൻ ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2.5-3 കോടി റേഞ്ചിലുമാണ്. അതേസമയം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 105 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സൂര്യനായകനായി ശിവ സംവിധാനം ചെയ്ത് നവംബർ 14 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി സിനിമാ പ്രേമികളുടെ സകല പ്രതീക്ഷയും തകർത്തെറിഞ്ഞ സിനിമയാണ് കങ്കുവ. ആദ്യ ദിവസം ഈ സിനിമ കേരള കളക്ഷനായി 4 കോടി 20 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നതെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 70 ലക്ഷം രൂപ മാത്രമാണ് കേരള കളക്ഷനായി ഈ സിനിമ നേടിയത്. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 50 ലക്ഷത്തോളമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 5 കോടി 40 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയുടെ 4ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 5 കോടി 65 ലക്ഷം രൂപയാണ് കങ്കുവ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ ദിവസം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം 40 കോടി രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 14 കോടി രൂപയും ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 54 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ 3ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 16 കോടി രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് 70 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. അതേസമയം ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് 58 കോടി 62 ലക്ഷം രൂപയും 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് 89 കോടി 32 ലക്ഷം രൂപയുമായിരുന്നു. എന്നാൽ 3ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 38 കോടി 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 127 കോടി 64 ലക്ഷം രൂപയാണ് കങ്കുവ എന്ന സൂര്യ സിനിമയുടെ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട്. അതേസമയം 4ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 20 കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 90 കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അർജുൻ അശോകൻ നായകനായി നവാഗതനായ വിഷ്ണു വിജയ് സംവിധാനം ചെയ്ത് നവംബർ 15 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ആനന്ദ് ശ്രീബാല. അപർണദാസ്, സംഗീത മാധവൻ, സൈജു കുറുപ്പ്, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിങ്ങനെ നല്ലൊരു താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ തിരക്കഥ അഭിലാഷ് പിള്ളയുടേതാണ്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 22 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 26 ലക്ഷം രൂപയുമായിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് 48 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. 3ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വീണ്ടും വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇന്ന് 32 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 80 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത് നവംബർ 8 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മുറ. സുരാജ് വെഞ്ഞാറമൂട്, ഹൃദ് ഹാറൂൺ, മാല പാർവതി, കനി കുസൃതി എന്നിങ്ങനെ അഭിനയനിരയുള്ള ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ 10ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1 കോടി 25 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1 കോടി 40 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച കേരള കളക്ഷനായി 15 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1 കോടി 60 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോ നായകനായി MA നിഷാദ് സംവിധാനം ചെയ്ത് നവംബർ 8 തിയേറ്ററിലെത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം. മുകേഷ്, വാണി വിശ്വനാഥ്, സമുദ്രകനി, അശോകൻ എന്നിങ്ങനെ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 55 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 70 ലക്ഷത്തോളം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.